എന്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോബിലേക്ക് ജോലിയുടെ ഗ്ലാമറിനെയാണോ കാണുന്നത്? ഗ്ലാമറുണ്ട്. പിന്നെ രാമപുരം പള്ളിയും രാമപുരം അമ്പലവും ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തിരക്കുള്ള ഒരാൾക്ക് പറ്റിയ ഒരു വീക്ക്നെസ് ആണോ അത്? അഭിരാമി, അഭിരാമിയെ പറ്റി ഒന്ന് പറയാമോ? എൻ്റെ പേര് അഭിരാമി ജയൻ. വീട് പാല രാമപുരം. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തിയാണുള്ളത്. അച്ഛൻ കൃഷിയാണ്, അമ്മ ഗവൺമെന്റ് എംപ്ലോയി ആണ്, പാർട്ട് ടൈം. അനിയത്തി നേഴ്സാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MA ഹിസ്റ്ററിയും ഗ്രാജുവേഷൻ BSc ബോട്ടണിയുമാണ്. ഓക്കെ. PSC പ്രിപ്പയർ ചെയ്യുക, ഡിഗ്രി കഴിഞ്ഞ് PSC പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ഡിസ്റ്റന്റ് ആയിട്ടാണ് PG ചെയ്തത്. ഓക്കെ. ഇതെന്താ ഒരു ഡിഗ്രി സബ്ജക്ട് എന്ന് പറഞ്ഞാൽ BSc ബോട്ടണി, അത് കഴിഞ്ഞ് നേരെ MA ഹിസ്റ്ററിയിലേക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ബോട്ടണി ഡിഗ്രി കഴിഞ്ഞിട്ട് PSCയുടെ കോച്ചിങ്ങിന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം കോവിഡ് കഴിഞ്ഞിട്ടായിരുന്നു PG ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ആ സമയത്ത് ബോട്ടണിയുടെ സബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രാക്ടിക്കൽ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. വായിച്ച് തന്നെ പഠിക്കാവുന്ന ഒരു സബ്ജക്ട്. പിന്നെ ഹിസ്റ്ററി ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ എടുത്തതാണ്, അല്ലാതെ MSc ബോട്ടണി ഇഷ്ടമല്ലാഞ്ഞതുകൊണ്ടൊന്നും അല്ല. ഈ പഠിച്ചത് നേരത്തെ പഠിച്ചതെന്ന് പറഞ്ഞാൽ +2 അല്ല, ഡിഗ്രി പഠിച്ചിരിക്കുന്നത് അൽഫോൺസ കോളേജിൽ, അൽഫോൺസമ്മയുടെ പേരിലുള്ള കോളേജ്. എന്താണ് അൽഫോൺസമ്മയെ പറ്റി പറഞ്ഞാൽ എന്ത് പറയും? കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വിശുദ്ധയാണ്. അങ്ങനെ വിശുദ്ധരാക്കിയ വേറെ ആരെങ്കിലും പേര് പറയാമോ? ഇബ്രാസ്യാമ്മയുണ്ട് കേരളത്തിൽ നിന്ന്. പിന്നെ ചാവറയച്ചൻ. നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത എന്ന് പറയാം, രാമപുരം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുള്ള നാട്ടില് രാമപുരത്ത് വാര്യര്, പിന്നെ ലളിതാംബിക അന്തർജനം രാമപുരത്ത് നിന്നുള്ള ആളാണ്. പിന്നെ രാമപുരം പള്ളിയും രാമപുരം അമ്പലവും ഒക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള. എന്തിനു വേണ്ടിയിട്ടാ ഫേമസ് ആയിട്ടുള്ള? എന്ത് കാര്യത്തിലാ ഫേമസ്? ആദ്യത്തേതാണോ? അങ്ങനെയല്ല. തേവർവർമ്മിൽ കുഞ്ഞച്ചൻ ഒരാളുണ്ട്, ആളുടെ പേരിലാണ് ആ പള്ളി മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള. മാർ അഗസ്തീനോസ് ചർച്ച്. രാമപുരത്ത് ഈ രണ്ടുപേരേ ഉള്ളോ? രാമപുരത്ത് വാര്യരും ലളിതാംബിക അന്തർജനവും മാത്രമേ ഉള്ളൂ? എനിക്കിപ്പം രണ്ടുപേരുടെ പേര് കിട്ടുന്നു. നിങ്ങളുടെ സ്ഥലത്തെ പറ്റി വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ രാമപുരത്ത്? എന്താണ് ആൾക്കാരുടെ ഉപജീവനമാർഗം? എന്താണ് അവിടെ? പ്രധാനമായിട്ടും കൃഷിയാണ്, റബ്ബറാണ്. എന്തുകൊണ്ടാണ് കോട്ടയം പ്ലാന്റേഷൻ ഫേമസ് ആവാൻ കാരണം? എന്തുകൊണ്ട് കാസർഗോഡ് അല്ലെങ്കിൽ എറണാകുളത്ത് ഇത്രയും പ്ലാന്റേഷൻ ഇല്ലാത്തത്? രാമപുരം പാല ഭാഗത്തൊക്കെ മെയിനായിട്ടും അവരുടെ സോയിലാന്ന് തോന്നുന്നു. ലാറ്ററൈറ്റ് സോയില് റബ്ബർ കൃഷിക്കൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സോയിൽ കൂടുതലുള്ളതാണെന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ഏരിയയുടെ ഒരു സ്ലോപ്പും കാര്യങ്ങളും മലകളും ഒക്കെ അത്യാവശ്യം ഒരുപാട് ഉള്ളൊരു ആളുകളുടെ സ്ഥലം ഒരുപാടുള്ളത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. സ്ഥലമുണ്ട്. എന്തുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോബിലേക്ക് എത്തപ്പെടുന്നത്? നിങ്ങൾ രാമപുരത്തു നിന്നുള്ള ഒരാളാണ്, തിരുവനന്തപുരത്തേക്കൊരു ജോലിക്ക് വേണ്ടി സെറ്റിൽ ചെയ്യാൻ പറ്റുമോ? പറ്റും. റീസെറ്റിൽ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ കേരളത്തിലെ സർക്കാർ ജോലികളിൽ ഏറ്റവും ഇതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ളൊരു ജോലിയാണ്. അതുകൊണ്ടാണോ അതിന് ഏതൊരു ജോലിയും സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഏതൊരു ജോലിക്കും കൂടുതലും കുറച്ചുകൂടെ നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള സർക്കാരിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഭരണസംബന്ധമായിട്ടുള്ള കേന്ദ്രമാണ്. അപ്പം അവിടെ പക്ഷെ ഒരു വർക്ക് ചെയ്യുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ള, ഇപ്പം നിങ്ങൾ LDC റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പം LDC അതല്ലേ പരിഗണിക്കേണ്ടത്? ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതല്ലേ ഒരു സംവിധാനത്തിന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത്. എന്നാലും ആ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലെ കുറച്ചുകൂടെ ജോലിയുടെ ഗ്ലാമറിനെയാണോ കാണുന്നത്? ഗ്ലാമറുണ്ട്, അതാണ് കാരണം. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ വേറൊരു നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ KS കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് പറത്തില്ലേ? പിന്നെ ആ ഒരു സീറ്റ് വെറുതെ ആയി പോയില്ലേ? LDC സെക്രട്ടറി അസിസ്റ്റന്റ് തമ്മിലുള്ള വ്യത്യാസം പറ. LDC എന്ന് പറയുമ്പം ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റാണ്. ജനങ്ങളായിട്ട് ഡയറക്റ്റ് ഇടപെട്ട് ചെയ്യുന്ന ഒരു ജോലി.
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ, കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് കാര്യങ്ങളാണ് വരും. അഭിരാമിയുടെ ഒരു നോട്ടത്തിൽ എന്തൊക്കെ അഡ്മിനിസ്ട്രേഷനിൽ ആയിരിക്കാം നിങ്ങളുടെ ജോബ് നേച്ചർ വരുന്നത്? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റിലുണ്ട്, അതുപോലെ വിജിലൻസ്, PSC, എല്ലാത്തിലും പല പല ഡിപ്പാർട്ട്മെന്റ്സിലോട്ടുള്ള പോസ്റ്റാണല്ലോ. ഉം. അപ്പം എല്ലാത്തിലും എനിക്ക് സെക്രട്ടേറിയറ്റിലെ ജോലിയെ പറ്റി അധികം ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടില്ല. ഉം. PSC ഓഫീസിലെ ജോലി, അസിസ്റ്റന്റ് പോസ്റ്റിലുള്ളവരുടെയൊക്കെ ജോലി കണ്ട് പരിചയം. വീക്ക്നെസ് ആയിട്ട് എഴുതിയിരിക്കുന്നത് പെർഫെക്ഷനിസ്റ്റ് ആണ്, ഫ്രണ്ട്ലി ആണ്. അതെങ്ങനെ വീക്ക്നെസ് ആവുന്നത്? പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയുമ്പം എല്ലാ കാര്യത്തിലും കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് വേണം എന്നുള്ളൊരു ഇതുള്ളത് കൊണ്ട് ഒരുപാട് സമയം എടുക്കും, കുറച്ച് ടൈം. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ തിരക്കുള്ള ഒരാൾക്ക് പറ്റിയൊരു ജോലിയാണോ, അതിന് പറ്റിയൊരു വീക്ക്നെസ് ആണോ അത്? അതിനനുസരിച്ചിട്ട് നോക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കും. അത് weakness പെർഫെക്ഷനിസ്റ്റ് മാറ്റി. ഒരു ജോലിക്ക് കുറെ സമയം എടുക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ കാര്യക്ഷമതയില്ലായ്മയല്ലേ? അല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് മാക്സിമം വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് ചെയ്യാനായിട്ട് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഫ്രണ്ട്ലി ആകുന്നതുകൊണ്ട് എന്താണ് പ്രശ്നമുള്ളത്? ഫ്രണ്ട്ലി ആകുന്നതുകൊണ്ട് ഇപ്പം നമ്മുടെ ഒരു ഇതിൽ വർക്ക് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അതൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്കൊരു നല്ല ആ, ഒരു ഒരു എന്താ ഒരു ജോലിയിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എങ്ങനെ ഒരു ബൗണ്ടറി വെക്കാൻ സാധിക്കുന്നില്ല, അതല്ലേ അതിന് അർത്ഥമുള്ളത്? അതിനി മുമ്പോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ് ഇതാന്നുള്ളത് ഞാൻ മനസ്സിലാക്കി മുമ്പോട്ട് ചെയ്തു പോകും. ചെയ്തു പോകും, ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെ ചെയ്തു പോകും എന്നാണ് അഭിരാമി പറയുന്നത്. അതെ, എന്നാ പറഞ്ഞോളൂ. മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് പറഞ്ഞോളൂ. ഇവിടെ എഴുതിയിട്ടുള്ളത് എന്താ? ടു സെർവ് പീപ്പിൾ, ജോബ് സെക്യൂരിറ്റി. രണ്ട് കാര്യങ്ങളാണ് അല്ലേ? ജോബ് സെക്യൂരിറ്റി നമുക്ക് വേണ്ടി പേഴ്സണൽ ആയിട്ടുള്ള മാത്രമുള്ള കാര്യം. കാര്യം. എങ്ങനെയാണ് അതിനുള്ള ബാലൻസ്? എങ്ങനെയാണ്? ജോബ് സെക്യൂരിറ്റി ആണോ ആദ്യം വരിക, സർവീസ് ടു പീപ്പിൾ ആണോ ആദ്യം വരിക? ജോബ് സെക്യൂരിറ്റി ആണ് ഫസ്റ്റ് മെയിനായിട്ട് നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതിനുള്ളൊരു കേരള PSC സർവീസിലേക്കാണ് ആൾക്കാർ എടുക്കുന്നത്. സർവ് ചെയ്യാൻ പറ്റുന്നവരല്ലേ കേരള PSCയിൽ വരേണ്ടത്, അതെ, അതെ. സെക്രട്ടറി അത് അസിസ്റ്റന്റ്. രണ്ടും ഈക്വലി നമ്മൾ ബാലൻസ് ചെയ്ത് കാണേണ്ട ഒരു കാര്യം. ഓക്കെ. ഈയിടെ ആധാറുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ടായിരുന്നു. ഉം. പത്രവാർത്തകൾ ശ്രദ്ധിക്കാറുണ്ടോ? ആ. വായിക്കാറുണ്ട്. ആ. ഓക്കെ, അപ്പൊ ആ ഒരു വാർത്തയിൽ ആധാറിന് എന്താ മാറ്റം ഈയിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ആധാറിന്റെ ചിഹ്നം മാറ്റി. ആ. ഉദയ് എന്ന പേരിൽ പുതിയൊരു ചിഹ്നം, ഒരു മലയാളിയാണ് ചിഹ്നം രൂപകൽപ്പന ചെയ്തത്. എന്തിനായിരിക്കും ഇങ്ങനെ ചിഹ്നമൊക്കെ മാറ്റുന്നത്? ആ, അത് കൂടുതലും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. എന്തുകൊണ്ടാണ് ഉദയ് എന്നൊരു പേര് സെലക്ട് ചെയ്തത്? ഒരു മലയാളിയായിട്ടുള്ള ആളാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു, കൊടുത്തതെന്ന് പറഞ്ഞു. ഉദയ് പേരിന്റെ പുറകിലുള്ള കാരണം എന്തായിരിക്കും? ഒരു കാരണം ഇല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായിരിക്കും കാരണം? UIDAI എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിക് അതോറിറ്റിയാണ് ഐഡന്റിഫിക്കേഷൻ. ആധാർ. ആ. അതും ഉദയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതിന്റെ ഷോർട്ട് അതെ 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 എഴുതുന്നത്. അതെ. ഈയിടെ അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് മാധവ് ഗാഡ്ഗിൽ. അദ്ദേഹത്തെ പറ്റി എന്തൊക്കെ കാര്യങ്ങൾ അഭിരാമിക്ക് അറിയാം? പ്രത്യേകിച്ച് അഭിരാമി കോട്ടയം എന്നൊക്കെ വരുന്നതാണ്. കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? ന്യൂസ് കണ്ടു. ആ. ഇന്ത്യയുടെ ഒരു പ്രശസ്തനായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനാണ്. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് സമർപ്പിച്ച ആ ഒരു കമ്മിറ്റിയുടെ ഹെഡായിരുന്നു. പശ്ചിമഘട്ടത്തെ പറ്റി പഠിച്ച് റിപ്പോർട്ട് നൽകി. പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ എന്താ? പശ്ചിമഘട്ടം നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ സൈഡിൽ ഉള്ളൊരു മലനിരകളാണ്. ഒരു ഇന്ത്യയിലെ 6 സംസ്ഥാനത്തിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന മലനിരകളാണ്. വെസ്റ്റേൺ ഗട്ട്സിന് എന്താ എന്തിനാ ഒരു കമ്മിറ്റിയുടെ ആവശ്യം? അത് എന്ത് പഠിക്കാനാണ് കമ്മിറ്റി വന്നത്? വെസ്റ്റേൺ ഗട്ട്സിലെ പശ്ചിമഘട്ടത്തിലെ വെസ്റ്റേൺ ഗാർഡ്സിന്റെ എന്തെങ്കിലും, അതായത് അതിനകത്ത് എന്തൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലായാലും കുറെ വർഷങ്ങളായിട്ട് അവിടെ എന്തായിരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്? കമ്മിറ്റിയുടെ പേരെന്താണെന്ന് അറിയൂ? ഈ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഗാഡ്ഗിൽ എന്ന് പറയുന്ന ആള്, മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന വ്യക്തി ചെയർമാൻ ആയിട്ടുള്ള കമ്മിറ്റി. കമ്മിറ്റിയുടെ പേരെന്താണ്? എക്കോളജിക്കൽ കൺസർവേഷൻ കമ്മിറ്റി. എക്സ്പെർട്ട് പാനലാണ്. വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ എക്സ്പെർട്ട് പാനലാണ്. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഉദ്ദേശം?
വെസ്റ്റേൺ ഗട്ട്സ് എക്കോളജിക്കൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി അളക്കാനുള്ള അളക്കാനായി. കമ്മിറ്റിയാണ്. അവിടെ എത്രത്തോളം കൺസ്ട്രക്ഷൻ ആവാം, ഇൻഫ്രാസ്ട്രക്ചർ ആവാം, അതെല്ലാം നോക്കാനുള്ളത്. ആരവല്ലിയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആരവല്ലിയുമായി ബന്ധപ്പെട്ടും കുറെ ന്യൂസുകളുണ്ടല്ലോ. ആ ന്യൂസുകൾ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആരവല്ലിയുടെ കൺസ്ട്രക്ഷൻസ് വരാവുന്ന ആ ഏരിയയുടെ മീറ്ററിൽ മാറ്റം വരുത്തി കൊണ്ടുള്ളൊരു വിധി വന്നു. ആരാ കൊണ്ടുവന്നത്? സുപ്രീം കോർട്ട്. എന്നിട്ട് അതിന് എന്താ സംഭവിച്ചത് പിന്നീട്? പിന്നെ കുറെ പ്രൊട്ടസ്റ്റ് ഒക്കെ അതിനെതിരെ വന്നു. ഉം. നിലവിൽ അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ എന്തായിരുന്നു ഒരു കാറ്റഗറി ഡെഫിനിഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചിട്ടുണ്ടോ? ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ചിട്ടില്ല. ഓർമ്മയില്ല. ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ആരവല്ലി? രാജസ്ഥാനിൽ. ആരവല്ലിക്ക് ഇന്ത്യൻ ജോഗ്രഫിയിൽ എന്തെങ്കിലും? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മലനിരയാണ് ആരവല്ലി. അത് മാത്രമുള്ളൂ? താർ മരുഭൂമിക്ക് ആരവല്ലിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? താർ മരുഭൂമിയിൽ നിന്നുള്ളൊരു ചൂടിനെ SIR എന്താണ്? SIR പഴയ വോട്ടർ ലിസ്റ്റ് റിവൈസ് ചെയ്ത് പുതിയ ഒരു ലിസ്റ്റ് കൊണ്ടുവരുന്നതിന് ഏതാണ് പഴയ വോട്ടർ ലിസ്റ്റ്? മുൻപ് ഉണ്ടായിരുന്നത് 2002 ഉണ്ടായിരുന്ന ലിസ്റ്റ് ആയിരുന്നു. ഇതിന് മുന്നേ 2002 SIR നടത്തി, ഇപ്പൊ വീണ്ടും SIR നടത്തി. SIR നടത്തിയതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടിയ ഗുണം? നമ്മളെ ഇപ്പം ഈ കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെല്ലാം ഒഴിവാക്കി പുതിയതായിട്ട് മാത്രമേ. ഓക്കെ, ആരാണ് SIRന്റെ ഗ്രൗണ്ട് ലെവൽ ഓഫീസർ? ആരാണ്? BLO. ആരാണ് BLO? ബൂത്ത് ലെവൽ ഓഫീസേഴ്സ്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ആണ്. അവരെന്താ ചെയ്യുന്നത്? അവര് ഈ വീടുകളിലെല്ലാം കയറി ഇറങ്ങി വീട്ടിലുള്ള അംഗസംഖ്യയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നവരല്ല. BLO അംഗസംഖ്യ കാൽക്കുലേറ്റ് ചെയ്യുന്നവരല്ല. മുന്നോട്ട് പോകാം. ഇനി അടുത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു SIRനെ പറ്റി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനം ഒരു ഇതുപോലെ തന്നെ പുതിയൊരു ഐഡന്റിറ്റി കാർഡ് പോലെ ഉണ്ടാക്കുകയാണ്. അതിനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കേട്ടായിരുന്നു. നേറ്റിവിറ്റി കാർഡ്. നേറ്റിവിറ്റി കാർഡ് കേരളം ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ പേരെന്താണ്? അത് വേണോ? പത്രവാർത്തകളിൽ വന്നു. അതിന്റെ ആവശ്യമുണ്ടോ? കേരള സംസ്ഥാനത്തിന്, കേരളത്തിന്റെ ആൾക്കാർക്ക് വേണ്ടി ഒരു കാർഡ്, അതിന് ആവശ്യമുണ്ടോ? കുറച്ചുകൂടെ നമ്മുടെ കേരളം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചുകൂടി ഈസി ആക്കും പ്രോസസ്സ് തോന്നുന്നു. റേഷൻ കാർഡ് പോലൊരു സംഭവമാണോ അത്? നമ്മുടെ ജനനത്തീയതിയും ഡീറ്റെയിൽസും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാർഡായിട്ട് ആണ്. പേര് ഓർമ്മയില്ല. ഓക്കെ. തൊഴിലുറപ്പ് പദ്ധതിനെ പറ്റി പറയൂ. തൊഴിലുറപ്പ് പദ്ധതി എന്താണ്? തൊഴിലുറപ്പ് പദ്ധതി, നിലവിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പറയൂ. BBG രാംജി ഫുൾ ഫോം. എന്താണ് പെക്യുലാരിറ്റി? എന്തിനാണ് ഒരു തൊഴിലുറപ്പ് പദ്ധതി വേണ്ടത്? ആർക്കാണ് അത് കൊടുക്കുന്നത്? തൊഴിലുറപ്പ് പദ്ധതി വഴി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പറയും. മഹാത്മാഗാന്ധി ഗ്രാമീൺ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടിയാണ്. സോ ആർക്കാണ് തൊഴിൽ കൊടുക്കുന്നത്? എന്താണ് BBG രാംജി വന്നപ്പോഴുണ്ടായ മാറ്റം? കൂടുതലും സ്ത്രീകൾക്ക് തൊഴിലിടത്തിലുള്ള സെക്യൂരിറ്റി, അവരുടെ അതായത് ശരിക്കും അവിടെ അങ്ങനെയല്ല. അതായത് മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഒരു പദ്ധതി പേര് മാറ്റമാണ് അല്ലേ? അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ സ്ത്രീകളുടെ മാറ്റമല്ല അവിടെ ഉണ്ടാവുന്നത്. അതിന്റെ വേതനങ്ങൾ മാറിയിട്ടുണ്ട്, പിന്നെ അതിന്റെ റേഷ്യോ മാറിയിട്ടുണ്ട്, ഫണ്ടിങ് ഒക്കെ മാറുകയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ലേബർ ചാർജ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട്, വീണ്ടും തൊഴിലിടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്ത്രീകളുടെ കഴിഞ്ഞ കേരള സംസ്ഥാന സർക്കാർ ഇതേപോലെ ഒരു പുതിയ പദ്ധതി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉയരെ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി അഭിരാമി വായിച്ചിട്ടുണ്ടോ? വായിച്ചിരുന്നു, കാര്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. സോഷ്യൽ ആക്ടിവിറ്റീസിൽ എഴുതിയിട്ടുള്ള എന്താണ്? വിസിറ്റിംഗ് ഓൾഡ് ഏജ് ഹോം. ഏത് ഓൾഡ് ഏജ് ഹോമാണ് വിസിറ്റ് ചെയ്തത്? വീടിന്റെ അടുത്തുള്ള ഒരു പാലായില്. സ്ഥിരമായിട്ട് വിസിറ്റ് ചെയ്താണോ? എപ്പോഴും ഇല്ല, ഇടയ്ക്കൊക്കെ. അവരെ ഓൾഡ് ഏജ് ആയിട്ടുള്ളവരും അതുപോലെ കുറച്ച് ബുദ്ധി വൈകല്യമൊക്കെ ഉള്ള കുട്ടികളെയും ഒക്കെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഇടമാണ്.
അപ്പം ഇടയ്ക്ക് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഒക്കെ വീട്ടിൽ നിന്നായിട്ട് പോയി അങ്ങനെ പോകുന്നു. നിങ്ങൾ ജോലി ചെയ്യുന്ന സെക്രട്ടറി അസിസ്റ്റന്റ് ആയിട്ടാണ് വിചാരിക്കും. നിങ്ങളുടെ ഓഫീസിലെത്തി ആ ഓഫീസിൽ നിങ്ങളോട് റിപ്പോർട്ട് ചെയ്യാണ് ഒരു സ്ത്രീക്ക് ഒരു ഹരാസ്മെന്റ് പോലത്തെ ഒരു കുഴപ്പമുണ്ടായി. നിങ്ങളാണ് അതിന്റെ റിപ്പോർട്ടിംഗ് സ്റ്റാഫ് എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട്? നിങ്ങൾ എങ്ങനെ ആ ഒരു സിനാരിയോയിൽ ആക്ട് ചെയ്യും? ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ അത് കൊടുക്കും. അതിനുശേഷം അതിന്റെ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്. എന്താണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഫോർമലായിട്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ടത് എന്താണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ? ഇന്റേണൽ കമ്മിറ്റി കേട്ടിട്ടുണ്ടോ? പോഷ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. കേട്ടിട്ടുണ്ടോ പോഷ്? പോഷ്. ഇല്ല. ഓക്കെ. അഭിരാമി, ഇപ്പം അഭിരാമിയോട് ഞാൻ പറയുന്നു, ഒരു 10 കാര്യങ്ങൾ 2026 അഭിരാമി ചെയ്യാൻ ആഗ്രഹിച്ച 10 കാര്യങ്ങൾ, റിവീൽ ചെയ്യാൻ പറ്റിയ 10 കാര്യങ്ങളെ പറ്റി പറയാമോ? ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഉം. യാത്ര ചെയ്യണം. പിന്നെ ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളതാണ് ഉം. ഏറ്റവും ആദ്യത്തെ കാര്യം, ഫിനാൻഷ്യലി. പിന്നെ ഒരുപാട് ബുക്സ് കൂടുതൽ വായിക്കണം എന്നുണ്ട്. പിന്നെ കുറച്ച് എനിക്ക് ചെറുതായിട്ട് പടം വരയ്ക്കുകയും അങ്ങനെ കുറച്ച് ചെറിയ സ്കിൽസ് ഉണ്ട്, അതൊന്ന് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്. ശരി, അപ്പം അഭിരാമി കാണാം. താങ്ക് യു. താങ്ക് യു. ഇൻ്റർവ്യൂവിൻ്റെ ഡെമോ കണ്ടല്ലോ. അപ്പം ഇത് ഞങ്ങളൊരു കുറച്ച് നേരത്തേക്ക് ഒരു ഡെമോ ക്ലാസ് കാണിച്ചതാണ്. ഡെമോ ഇതേപോലെ തന്നെ ആയിരിക്കണം എന്നില്ല. നിങ്ങളുടെ ഇൻ്റർവ്യൂ പാനലിൽ കുറച്ചുകൂടി ആൾക്കാർ 2 or 3 പേര് കൂടിയതായിരിക്കും ഇൻ്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. എന്നിരുന്നാലും ഇൻ്റർവ്യൂവിൻ്റെ ഏകദേശ ഫോമാറ്റാണ് നമ്മളിവിടെ കാണിച്ചത്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ആദ്യം മനസ്സിലാക്കുക, ഇൻ്റർവ്യൂ ഫോമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. ബയോഡേറ്റ ഫോമിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഏകദേശം 40-50% ചോദ്യങ്ങളോളം നിങ്ങളുടെ ബയോഡേറ്റ ഫോമിൽ നിന്നായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആദ്യം അതിനകത്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതുന്നോട്ട് ശ്രദ്ധിക്കുക. ഓർഡറിലായിരിക്കണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എഴുതുന്നത്. പെർസെൻറ്റേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ക്ലാരിറ്റി വേണം. പഠിച്ചിരിക്കുന്ന സ്കൂളിനെ പറ്റിയും കോളേജിനെ പറ്റിയും ചെയ്തിരിക്കുന്ന കോഴ്സുകളെ പറ്റിയും. ഇപ്പം അഭിരാമി എഴുതിയിട്ടുള്ളത് MA ഹിസ്റ്ററി എന്നാണ്, ഇഗ്നോയിലാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റിയെ പറ്റി, ഇഗ്നോയെ പറ്റി, ഇഗ്നോയുടെ പ്രത്യേകതകളെ പറ്റി, അതോടൊപ്പം തന്നെ വിദൂര പഠനത്തിന് വേണ്ടി നടത്തുന്ന പുതിയ സംവിധാനങ്ങളെപ്പറ്റി, കേരളത്തിൽ അങ്ങനെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ടോ, അതിനെപ്പറ്റിയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അൽഫോൺസ കോളേജിനെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ആരെപ്പറ്റി ചോദിച്ചത്? വിശുദ്ധ ആൾക്കാരെ പറ്റി ചോദിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ, റിലേറ്റഡ് ഫാക്ട്സുകൾ ആദ്യം ഈ ഫോം എഴുതുക. ഫോം എഴുതിയ ശേഷം റിലേറ്റഡ് ഫാക്ട്സുകൾ എഴുതുക. പ്രത്യേകിച്ച് നിങ്ങളുടെ നാടിനെ പറ്റി, സംസ്കാരത്തെ പറ്റി ഒക്കെ കൃത്യമായി പഠിക്കുക. അവിടുത്തെ ഫുഡ്, അവിടുത്തെ വ്യക്തികൾ, അവാർഡുകൾ കിട്ടില്ല. ഇപ്പോൾ ഏഴാച്ചേരി രാമേന്ദ്രനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം വരുന്ന പ്രദേശം ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഏഴാച്ചേരി രാമേന്ദ്രനെ പറ്റി ചോദിക്കാം. അങ്ങനെ പല കണക്റ്റിംഗ് ഫാക്ട്സുകൾ നമ്മൾ ആദ്യം എഴുതി നോക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ, റീഡബിൾ ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിങ്ങിൽ മാത്രം ഇത് എഴുതുക. ദെൻ അടുത്തത് എന്താണ്, നമ്മളിപ്പോൾ പലരും വിചാരിക്കാറുണ്ട് ഇത് എഴുതിയില്ലെങ്കിൽ ചോദ്യങ്ങളില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും പോയിന്റ്സ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്കിംഗ് ഓർഗനൈസേഷനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസും എഴുതണം. 2018 പഠിച്ച ഒരാൾ 2025 വരെ അല്ലെങ്കിൽ 26 വരെ ഒന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ അത് ലോജിക്കലി കണക്റ്റഡ് ആയിരിക്കത്തില്ല അല്ലേ? ജോലി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും എഴുതാവുന്നത് തന്നെയാണ്. പിന്നെ ഇഷ്ടങ്ങളെപ്പറ്റി അനിഷ്ടങ്ങളെപ്പറ്റിയും ഒക്കെയുള്ള ഫോമുണ്ട്. അതൊക്കെ കൃത്യമായി തന്നെ ഫോം ഫില്ല് ചെയ്യുക. പിന്നീട് റീസെൻ്റ്ലി നടന്ന പത്രവായനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. സെക്രട്ടറി അസിസ്റ്റൻ്റ് ജോലി എന്താണെന്നും ജോബ് സ്വഭാവം എന്താണെന്നും അവിടെ പുതുതായിട്ട് വരുന്ന ഭരണ പരിഷ്കാരങ്ങളെപ്പറ്റിയും കേരള നിയമസഭയെപ്പറ്റിയും മന്ത്രിമാരെ പറ്റിയും ഒക്കെ മനസ്സിലാക്കുക. തിരുവനന്തപുരം എന്ന നഗരത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുക. ദെൻ കഴിഞ്ഞ 2 മാസങ്ങളിലെങ്കിലും നടന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, മാധവ് ഗാഡ്ഗിൽ അദ്ദേഹത്തെ പറ്റിയുള്ള വാർത്തകൾ, പിന്നീട് ആരവല്ലി കുന്നുകളെ പറ്റിയുള്ള വാർത്തകൾ. റിപ്പബ്ലിക് ദിനം കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്നത്. അപ്പം റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രത്യേകതകൾ, അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ ആരെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രത്യേകതകൾ, വന്ദേ ഭാരത് പുതുതായിട്ട് വരുന്നു അതിൻ്റെ പ്രത്യേകതകൾ, ദെൻ നേറ്റീവ് കാർഡിനെ പറ്റി. നേറ്റീവ് കാർഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സംസ്ഥാനത്തിൻ്റെ ഇപ്പം നമുക്കറിയാം ചീഫ് മിനിസ്റ്റേഴ്സ് ക്വിസ് എന്ന് പറഞ്ഞിട്ട് കേരള സംസ്ഥാന സർക്കാർ അച്ചീവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് 10 വർഷത്തെ അച്ചീവ്മെൻറ്റ് ഷോ ഓഫ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എല്ലാം വാർത്തകളിൽ വരുന്നതാണ്. ആ വാർത്തകളെ പറ്റി കൃത്യമായി അറിയുക. പിന്നെ വോട്ട്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രോപ്പർ ഡേറ്റ വായിക്കുക, SIR, BLO ഇതൊക്കെ വേണ്ടിയിരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ സ്കീം, കുടുംബശ്രീ തുടങ്ങിയവയൊക്കെയും വാർത്തകൾപ്പെടുത്തുക. പിന്നെ അച്ഛന് അമ്മ ജോലിയൊക്കെ ചെയ്യുന്നത് എവിടെയാണ്, ഇപ്പോൾ അമ്മ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കൃത്യമായി നിങ്ങൾ വാർത്ത മനസ്സിലാക്കണം. ഫാമിലിയുമായി ബന്ധപ്പെട്ട് എഴുതി നോക്കിയെങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെയും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കർ ഓൺലൈനിൽ കൂടിയും ഓഫ്ലൈനിൽ കൂടിയും ഇൻ്റർവ്യൂ പരിശീലനം നൽകുന്നത്. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനും ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും ടീം CCയുടെ ഭാഗമാകാൻ സാധിക്കും. അതിൽ നമ്മൾ 1-to-1 സെഷൻസ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ബയോഡേറ്റ ഫില്ല് ചെയ്യുന്നതിന് 1-to-1 നടത്തുമ്പം നിങ്ങളുടെ വീഡിയോ റെക്കോർഡ് ചെയ്തതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇരിക്കുന്നത് എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ശരിയാക്കി, അതോടൊപ്പം തന്നെ എസ്പെഷ്യലി നമ്മൾ ഈ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സുകളായാലും അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളടങ്ങി ഒരു 500ഓളം ചോദ്യങ്ങൾ, ഷുവർ ഷോട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് നമ്മൾ എഴുതിപ്പിച്ച് പരിശീലിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള നിലയിൽ കൃത്യമായ ഒരു പരിശീലനം ഇൻ്റർവ്യൂവിനും മോക്ക് ടെസ്റ്റ് എടുക്കേണ്ടതും ഒക്കെ അനിവാര്യമാണ്. എല്ലാവരും കൃത്യമായി പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. നന്ദി.